ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്യാപ്ഷൻ കണ്ടുകൊണ്ട് ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ബട്ട് നിഫ്റ്റിയുടെ ഒരു ഒരു ഇപ്പോഴത്തെ ഒരു പോക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം നിഫ്റ്റിക്ക് മുകളിലോട്ട് പോകാൻ ഒരു ഒരു ഊർജം കാണുന്നില്ല. ഇന്ന് ഗ്യാപ്പപ്പൊക്കെ ഉണ്ടായി, സംഭവം ശരിയാണ്. കഴിഞ്ഞ ദിവസം US മാർക്കറ്റ് 1000 പോയിൻ്റ് റാലി ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മാർക്കറ്റും കുറച്ചൊന്ന് അതിനോടനുബന്ധിച്ചൊന്ന് കയറി എന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് സംഭവവികാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഇല്ലേ? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. മാർക്കറ്റ് ഇന്ന് രാവിലെ ഗ്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്തു. ഏകദേശം 180 പോയിൻറ്റിനടുത്ത് മാർക്കറ്റ് ഗ്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ രാവിലെ വോയിസ് ഇട്ടായിരുന്നു, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും മാർക്കറ്റ് തിരിച്ച് താഴോട്ട് ഇറങ്ങി വരും എന്ന് ഞാൻ രാവിലെ വോയിസ് ഇട്ടിരുന്നു. അതുപോലെ തന്നെ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്നു. ഞാനിന്ന് പറഞ്ഞ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈ 817 ഇതായിരിക്കും നമ്മുടെ ഇന്നത്തെ നിർണായകമായ ലൈൻ. ഈ 817 മുകളിൽ നിൽക്കുന്നോ താഴോട്ട് പോകുന്നു, ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി എന്ന് പറഞ്ഞിരുന്നു, അല്ലേ? മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഏകദേശം 100 പോയിൻറ്റോളം മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്നു. 100 പോയിൻറ്റോളം താഴോട്ട് ഇറങ്ങി വന്ന് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് സസ്റ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചു, ഇല്ലേ? നമുക്ക് ആ പ്രൈസ് ആക്ഷനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മനസ്സിലാവും മാർക്കറ്റ് വന്നു റിജക്റ്റ് ചെയ്തു, 2 പ്രാവശ്യം റിജക്ഷൻ വന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിച്ച് കയറാനുള്ള സാധ്യതയാണ്. പക്ഷേങ്കിൽ മാർക്കറ്റ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ 2 സ്റ്റെപ്പ് താഴോട്ടൊന്ന് പുറകോട്ടൊന്ന് ഒന്ന് വലിഞ്ഞു, ഇല്ലേ? പക്ഷേ ഇവിടെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഇത് ആദ്യം ഞാൻ ഗ്രൂപ്പിൽ ഈ സമയം ഇത് ഗ്രീൻ ആയപ്പോൾ ഞാൻ രാവിലെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടായിരുന്നു, മീൻസ് സ്ക്രീൻഷോട്ട് ഇട്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് മാർക്കറ്റ് ഇവിടെ നിന്ന് കയറിപ്പോകും. കാരണം ഈ 2 ക്യാൻഡിലുകൾ നമ്മൾ സൂചിപ്പിക്കുന്നത് മാർക്കറ്റ് തിരിച്ച് കയറിപ്പോകുന്നുള്ളതാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ ഞാനും ഇവിടെ പൊസിഷൻ എടുത്തു. പക്ഷേ പൊസിഷൻ ഞാൻ എക്സിറ്റ് ചെയ്തില്ല വെച്ചാൽ എൻ്റെ കൺവിക്ഷൻ മുഴുവൻ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് സൂചിപ്പിച്ചത് തന്നെയായിരുന്നു. പക്ഷേങ്കിൽ മാർക്കറ്റ് വീണ്ടും 2 സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങി വന്നതിന് ശേഷമാണ്, അതായത് മാർക്കറ്റ് പൊട്ടാൻ പോകുന്നൊരു പ്രതീതി വരുത്തി തീർത്തു, അല്ലേ? പൊട്ടാൻ പോകുന്നൊരു പ്രതീതി വരുത്തി തീർത്തതിന് ശേഷം ഇവിടെ പ്രൈസ് ആക്ഷൻ ഒന്നുമില്ല. ആസ് പെർ പ്രൈസ് ആക്ഷൻ പ്രകാരം മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകണം. നമ്മൾ പഠിച്ച പ്രൈസ് ആക്ഷൻ പ്രകാരം മാർക്കറ്റ് മുകളിലോട്ട് പോകണം. കാരണം സൂപ്പർ 15ാമത്തെ മിനിറ്റിലുള്ള ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ നല്ല റിജക്ഷനാണ്. സെക്കൻഡ് ക്യാൻഡിൽ നല്ല റിജക്ഷൻ. ദാറ്റ് മീൻസ് മാർക്കറ്റ് മുകളിലോട്ട് പോകണം. പക്ഷേങ്കിൽ ഇങ്ങനെ ചിന്തിക്കുമെന്ന് ആർക്കറിയാം? അവർക്കും അറിയാം, അല്ലേ? അപ്പോൾ ആസ് പെർ പ്രൈസ് ആക്ഷൻ പ്രകാരം ആരെങ്കിലും ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചു. നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല, നിങ്ങളെ ആരും കുറ്റം പറയത്തില്ല. കാരണം നിങ്ങൾ ചെയ്തത് റൈറ്റാണ്. നിങ്ങൾക്ക് കൃത്യമായൊരു സ്റ്റോപ്പ് ലോസ് ഉണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്, അല്ലേ? സ്റ്റോപ്പ് ലോസ് അടിച്ചതാണ്, അല്ലേ? അടിച്ചു. ആ സ്റ്റോപ്പ് ലോസ് അടിച്ചതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? മാർക്കറ്റ് അവിടെ നിന്ന് തിരിച്ച് നേരെ മുകളിലോട്ട് കയറിപ്പോയി. അതായത് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നടത്തി, അല്ലെങ്കിൽ ഇവിടെയുള്ള മുഴുവൻ അബ്സോർബ് ചെയ്തതിന് ശേഷം ഇവിടെയുള്ള പിന്നെ പുട്ടെടുത്ത് വെച്ചേക്കുന്നവരെല്ലാവർക്കും പണി കൊടുത്തതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? തിരിച്ച് മേലോട്ട് കയറിപ്പോയി. അപ്പം ഇവിടെ SL അടിച്ചെങ്കിൽ നമുക്ക് ആരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് പതുക്കെ നടന്ന് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് കയറി, ഇല്ലേ? മുകളിലോട്ട് കയറി ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. എങ്കിലും ഈ ഏകദേശം നമ്മുടെ ഓപ്പൺ ചെയ്ത ആ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ പകുതി വരെ പോയതിന് ശേഷം മാർക്കറ്റ് വീണ്ടും അവിടുന്ന് പതുക്കെ തിരിച്ച് താഴോട്ട് ഇറങ്ങി വന്നു, വീണ്ടും മുകളിലോട്ട് പോയി, വീണ്ടും താഴോട്ട് വന്നു, വീണ്ടും മുകളിലോട്ട് പോയി. പിന്നെ ഒരു കൺസോളിഡേഷൻ മോഡിലോട്ടാണ് മാർക്കറ്റ് പോയത്, ഇല്ലേ? അപ്പോൾ ഇന്ന് സ്കാൽപ്പ് ചെയ്തവർക്ക് അത്യാവശ്യം 5-10 പോയിൻറ്റിനെ സ്കാൽപ്പ് ചെയ്തവർക്ക് അത്യാവശ്യം പോയിൻ്റ് കിട്ടി. സത്യം പറയാം, ഇന്ന് മാറി നിന്നവരെയാണ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഇന്ന് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാതെ മാറി നിന്നവരെയാണ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, 25,817 എന്ന് പറയുന്നത് നിർണായകമായ ലൈനാണ്. മാർക്കറ്റ് നമുക്ക് ഇതിന് മുകളിലോട്ടോ താഴോട്ടോ പോകണം, ഇല്ലേ? അതുമാത്രമല്ല, നമുക്ക് മാർക്കറ്റ് ഇവിടെ ഇന്ന് ഓപ്പണിംഗ് ആണ്. ഇതാണ് ഓപ്പണിംഗ് റേഞ്ച്, ഇല്ലേ? മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഇവിടെയാണ്. ഈ ഏരിയയിൽ ഓപ്പൺ ചെയ്തപ്പം മാർക്കറ്റ് ബുള്ളിഷ് സ്ട്രക്ചറിലോട്ട് വരണമെങ്കിൽ എന്ത് വേണം? മാർക്കറ്റ് ഇത് ക്രോസ് ചെയ്യണം, ഇല്ലേ? ഇവിടുന്ന് മാർക്കറ്റ് വീണ്ടും തിരിച്ച് ഇത് ക്രോസ് ചെയ്ത് മുകളിൽ പോയി സസ്റ്റെയിൻ ചെയ്ത് 15 മിനിറ്റ് സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഒരു ട്രേഡ് സത്യം പറഞ്ഞാൽ ഒരു ബിഗിനറിനോ അല്ലെങ്കിൽ ഒരു നോർമൽ ട്രേഡറിനോ ട്രേഡ് ഉള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ നോക്കിയിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. സ്കാൽപ്പേഴ്സിന് ധാരാളം അവസരം ഉണ്ടായിരുന്നു. 5-10 പോയിൻറ്റ് സ്കാൽപ്പ് ചെയ്യാനുള്ള അവസരം. അതായത് ഞാൻ കറക്റ്റ് പറയുകയാണെങ്കിൽ 25,800 എന്ന് പറയുന്ന 25,800 PE, 25,800 CE. 25,800 PEക്ക് ഏകദേശം 80 രൂപ 85 രൂപ റേഞ്ചിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് അത് 120 രൂപ വരെ പോയി. 80 രൂപയിൽ നിന്ന് 120 രൂപ വരെ പോയി. അപ്പോൾ ഇത് 100-നും 95-നും 110-നും ഇടയ്ക്ക് പല പ്രാവശ്യം അങ്ങോട്ട് ആടിക്കളിച്ചാണ്. 95-നും 110-നും ഇടയ്ക്ക് 25,800 CE കുറേ നേരം പല പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിച്ചത്. അതായത് അതിൽ ഞാൻ പല പ്രാവശ്യം സ്കാൽപ്പ് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ 25,800 PE
25,800 പിയും ഏകദേശം 40 രൂപ മുതൽ 50 രൂപ വരെ ഈ റേഞ്ചിൽ പല പ്രാവശ്യം ആടിക്കളിച്ചു. നിങ്ങൾ ചെയ്തവർക്ക് അറിയാമായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റികൾ കണ്ടെത്തി സ്കാൽപ്പ് എന്നുള്ളതാണ്. അത് കുറച്ചുകൂടെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ട്രേഡർക്ക് മാത്രം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നമ്മളവിടെ കൂടുതൽ തർക്കിച്ചിട്ട് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഓക്കെ, എനിവേ എന്തായാലും നമുക്കൊരു റേഞ്ച് ഉണ്ടായിരുന്നു. ആ റേഞ്ചിനകത്ത് മാർക്കറ്റ് കടന്നു. അവസാന നിമിഷം മാർക്കറ്റ് ഈ ഹൈ ഒന്ന് കട്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല, ഫെയിലായിപ്പോയി. ഓക്കെ, ഞാൻ പ്രതീക്ഷിച്ചത് അവസാന നിമിഷം മാർക്കറ്റ് ഈ ഓപ്പണിങ്ങിൻ്റെ മുകളിൽ തന്നെ ക്ലോസ് ചെയ്യുന്നതാണ് പ്രതീക്ഷിച്ചത്, പക്ഷെങ്കിൽ അത് നടന്നില്ല. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത്? നാളെ സംഭവിക്കാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഡേ ക്യാൻഡിലോട്ടൊന്ന് വരാം. ഡേ ക്യാൻഡിലിൽ മാർക്കറ്റ് എന്താണ് എന്നുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കാം. ഇന്ന് റെഡ് ക്യാൻഡിലായിരിക്കും കാണുന്നത്, പക്ഷെങ്കിൽ മാർക്കറ്റ് 150 പോയിൻറ്റ് ഗ്യാപ്പ് അപ്പിലാണെന്നില്ല. അതിനുശേഷം ക്ലോസ് ചെയ്തേക്കുന്നത് 130 പോയിൻറ്റ് 120 പോയിൻറ്റ് അടുത്ത് കണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം മനസ്സിലാവും നല്ലൊരു റിജക്ഷൻ ക്യാൻഡിലാണ് അല്ലേ. റിജക്ഷൻ ക്യാൻഡിൽ വിത്ത് ഒരു പോസിറ്റീവ് നോട്ടിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. കാരണം പ്രീവിയസിൻ്റെ ഹൈ ആണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്കൊരു ബുള്ളിഷ് സ്ട്രക്ചർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രെൻഡ് ലൈൻ, ഈ പറഞ്ഞ ട്രെൻഡ് ലൈന് മുകളിൽ മാർക്കറ്റ് ക്ലോസിങ് കിട്ടണം. അപ്പം നാളെയും കാണും ഇതിന് മുകളിലോട്ട് ക്ലോസിങ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ, ഈ ക്യാൻഡിലിന് മുകളിൽ നാളെ ക്ലോസിങ് കിട്ടുവാണെങ്കിൽ 1-2 ക്യാൻഡിൽ കൊണ്ട് മാർക്കറ്റ് പെട്ടെന്ന് തന്നെ ഇത് ക്രോസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് ഡേ വൈസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിലൊരു പോസിറ്റീവ് നോട്ടാണ് അല്ലേ, വിത്ത് റിജക്ഷനോടുകൂടെ ഒരു പോസിറ്റീവ് നോട്ടാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പക്ഷെങ്കിൽ ഒരു അപ്സൈഡ് സെറ്റപ്പ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു ട്രെൻഡ് ലൈൻ ഞാനിങ്ങനെ കാണുന്നു. നോക്കട്ടെ ഒരു മിനിറ്റ്. ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പറ്റുമോ നോക്കട്ടെ. ഉണ്ടോ? ഒരു ട്രെൻഡ് ലൈനും ഉണ്ട്. അപ്പോൾ ആ ട്രെൻഡ് ലൈൻ തട്ടിയാണ് തിരിച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചുമ്മാ ജസ്റ്റ് ടെമ്പററി വരച്ചേക്കുന്നേ ഉള്ളൂ. ഇവിടെ കടന്നോട്ടെ, നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടി വരച്ചിട്ടേക്കുന്നത് മാത്രമേ ഉള്ളൂ. എനിവേ, അപ്പോൾ ഇതാണ് ഒരു ഡെയിലി സ്ട്രക്ചർ. അത്ര മാത്രമേ നമുക്ക് തൽക്കാലം നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഡേ വൈസിലോട്ട് 5 മിനിറ്റ്സിലോട്ട് പോകാം. 5 മിനിറ്റ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്കിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇവിടെ ചെയ്യണമെന്ന് പറഞ്ഞാൽ മാർക്കറ്റിന് മുകളിലോട്ട് പോകണമെങ്കിൽ ഞാനൊരു കാര്യം കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. മാർക്കറ്റിന് നാളെ ചിലപ്പം ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കും ഓപ്പൺ ചെയ്ത്, മേ ബി ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് ഇതിനും മേളിലായിരിക്കും ഓപ്പൺ ചെയ്ത്. പക്ഷേങ്കിൽ മാർക്കറ്റിന് മുകളിലോട്ട് പോകണമെങ്കിൽ, മുകളിലോട്ട് ഈ ശ്വാസതടസ്സമൊക്കെ ഞാനിപ്പോൾ രാവിലെ ഇത് കാണിച്ച പോലെ തന്നെ ക്യാപ്ഷനിൽ കാണിച്ച പോലെ ശ്വാസതടസ്സം നീങ്ങി ICU നിഫ്റ്റി പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ 26,011 കടക്കണം. മനസ്സിലായോ? 26,011 കടക്കാതെ ഒരു രക്ഷയില്ല. മാർക്കറ്റിന് മോളോട്ടൊരു അപ്സൈഡ് റാലി നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ 26,011 കടന്നേ ഒക്കൂ. അല്ലാതെ വേറെ യാതൊരു മാർഗ്ഗവുമില്ല. ഒരു പക്ഷേ നാളെ ഇനിയിപ്പം പോസിറ്റീവ് നോട്ടിലൂടെ ഗ്യാപ്പ് അപ്പിലോ അല്ല ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്ത് നടന്നു കയറിയാൽ നമുക്കിത് പിടിക്കാം. പക്ഷേങ്കിൽ ഈ 26,011 കടക്കാതെ ഒരു പക്ഷേ 26,011 നമുക്കൊരു സെല്ലിംഗ് പ്രഷറിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ 26,011 ഇത് നമ്മൾ വളരെ 2-3 മാസമായിട്ട് നമ്മൾ വരച്ചിരിക്കുന്ന ലൈനാണ് 26,011. ഇത് പല പ്രാവശ്യം മാർക്കറ്റിൻ്റെ ഗതി നിർണ്ണയിച്ച ലൈനാണ് 26,011 അല്ലേ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പം നാളെ 26,011 കടന്ന് കിട്ടി ഡേ ക്യാൻഡിലൂടെ ക്ലോസ് ചെയ്യണം. ഇപ്പോൾ നാളെ ഒരു നിഫ്റ്റി ഒരു പകുതിക്ക് ശേഷം പകുതി സെഷൻ കഴിഞ്ഞ ശേഷം ഉച്ചയോടുകൂടെ 26,011 മുകളിൽ എത്തിക്കഴിഞ്ഞാൽ 50 മിനിറ്റ്സ് സസ്റ്റെയിൻ കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ മുകളിലോട്ട് പോകുമായിരിക്കും. ഇല്ല, മാർക്കറ്റ് നമുക്കൊരു കൺഫർമേഷൻ നമുക്ക് മാർക്കറ്റ് ബുള്ളിഷ് ട്രെൻഡാണ്, നിഫ്റ്റി അപ് ട്രെൻഡിലാണെന്ന് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ 26,011 മുതൽ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. മനസ്സിലായി പറഞ്ഞേ? ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു അപ് ട്രെൻഡ് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ 26,011 ക്രോസ് ചെയ്ത് ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ ATH നമുക്ക് കാണാൻ പറ്റും. 26,011 ഈ 26,011 മുകളിൽ നമുക്ക് എന്ത് ചെയ്യണം? ഡേ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടണം. ക്ലോസിങ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കൊരു അപ് ട്രെൻഡ് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനിയല്ല, ഞാൻ ഈ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഉച്ചയോടുകൂടെ 26,011 കടന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ ഇവിടുന്ന് മേലോട്ട് പോകുമായിരിക്കാം. എങ്കിലാണെന്നുണ്ടെങ്കിൽ കൺഫർമേഷൻ ഉച്ചയോടുകൂടി കടക്കുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് നേരം വേണ്ടി സസ്റ്റെയിൻ ചെയ്യണം. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നമുക്ക് കൺഫർമേഷൻ കിട്ടും. ഇല്ലെങ്കിൽ ആടിക്കളിച്ച് ഇതിന് മോളി വരെ എത്തിയതിന് ശേഷം ഇവിടെ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡേ ക്യാൻഡിലൂടെ ക്ലോസിങ് കിട്ടണം. മനസ്സിലായല്ലോ പറഞ്ഞേ? അപ്പോൾ ഏത് രീതിയിൽ 26,011 കടന്നെങ്കിൽ മാത്രമേ നമുക്കൊരു അപ് ട്രെൻഡ് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ നാളെ ഫ്ലാറ്റായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ 25,903
ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇത് വരയ്ക്കേണ്ട, ഒരു മിനിറ്റ് ഒന്ന് ക്ലോസ് ചെയ്തോട്ടെ, ഇതൊന്ന് ഓക്കെ. അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഇപ്പോൾ ഈ റേഞ്ചിലാണ് നിൽക്കുന്നത് അല്ലേ, നമ്മുടെ റേഞ്ച് 25,817 903 ഇടയ്ക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഫ്ലാറ്റ് ആയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യാൻ വെയിറ്റ് ചെയ്യുക. ബ്രേക്ക് ചെയ്തതിന് ശേഷം സസ്റ്റെയിൻ ചെയ്ത് ഇവിടെ നാണെന്നുണ്ടെങ്കിൽ ഇത് ഇപ്പോഴത്തേക്ക് നടന്ന് 26,000 എത്താൻ സാധ്യതയുണ്ട്. അല്ല, ഇവിടുന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ തിരിച്ച് താഴോട്ട് ഇറങ്ങി വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ നമുക്ക് ഇവിടുന്ന് താഴോട്ട് നോക്കാം, അല്ലെങ്കിൽ ഇവിടെ ഒന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുന്നുണ്ടോ നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊക്കെ ഞാൻ എന്നും നമ്മുടെ വീഡിയോയിൽ പറയാം, സ്ഥിരമായിട്ട് കാണുന്നവർക്കൊന്നും ഞാൻ കേൾക്കേണ്ട കാര്യമില്ല, മനസ്സിലായില്ലേ. അപ്പോൾ നമുക്ക് ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യുന്നോ ഏത് സൈഡിലോട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത് നോക്കുക, ഇല്ലെങ്കിൽ തട്ടി തിരിച്ച് വരുമോ ഇവിടെ തിരിച്ച് മേലോട്ട് കയറുമോ എന്നുള്ള കാര്യം നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കുക. ഇല്ല, ഗ്യാപ്പ് ഡൗൺ ആണ്, ഇനിയിപ്പോൾ ഈ ഏരിയയിലാണ് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമ്മൾ നോക്കുക, നല്ല ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് തിരിച്ച് കയറി നോക്കുക. അപ്പോഴും 817 നിർണായകമായിരിക്കും. 817 എന്നുള്ള ലൈനിൽ എന്ത് സംഭവിക്കുന്നുള്ളത് നോക്കുക. ഇല്ല, മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് 903. ഇപ്പം ഇനി ഗ്യാപ്പ് അപ്പിലാണ്, ഇവിടെ ഈ ഏരിയയിലാണ് ഓപ്പൺ ആണെങ്കിൽ മാർക്കറ്റ് തിരിച്ച് താഴെ ഇവിടെ സപ്പോർട്ട് എടുത്ത് 903 സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി നോക്കുക. ഇല്ലേ, ഇല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് നേരെ മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഇവിടെ തട്ടി തിരിച്ച് കയറുന്നത് നോക്കുക. അപ്പോൾ ഈ പല സിനാരിയോകളുണ്ട് മാർക്കറ്റിൽ. അപ്പം സെൻറ്റിമെൻറ്റ്സ് അനുസരിച്ച് നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് മാത്രമല്ല, ഇന്നിപ്പം ഒരു ന്യൂസ് ഇപ്പോൾ വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ FIIസും DIs ആണല്ലോ നമ്മുടെ മെയിൻ പ്ലെയേഴ്സ് നിഫ്റ്റി 50 അല്ലേ. അപ്പം സാധാരണഗതിയിൽ നിഫ്റ്റി 50 അപ്രമാദിത്യം FIIസിനാണ് കൂടുതൽ, അതായത് ഹോൾഡിങ്സ് കൂടുതൽ FIIസിനാണ് സാധാരണഗതിയിൽ. പക്ഷെങ്കിൽ ഇന്ന് പുതിയൊരു ന്യൂസ് വന്നിട്ടുണ്ട്, FIIസിനേക്കാളും ഹോൾഡിങ് DIസിനാണ്. 90 ബേസിസ് പോയിൻറ്റിൻ്റെ വ്യത്യാസം FIIസും DIസും തമ്മിലുണ്ട്. ഇപ്പോൾ നിലവിൽ FIIസിനേക്കാളും ഹോൾഡിങ് കൂടുതൽ DIസിനാണ് എന്ന് ഇപ്പം ഒരു പുതിയ നോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഇത് രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കുക. ഒന്നാമത്തെ വ്യാഖ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DIസിൻ്റെ പാർട്ടിസിപ്പേഷൻ കൂടിയതുകൂടി, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് പാർട്ടിസിപ്പേഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ കൂടി എന്ന് നമുക്ക് ഒരു രീതിയിൽ വേണമെങ്കിൽ ഇതിനെ വ്യാഖ്യാനിക്കാം. ഓക്കെ, FIIസിനേക്കാളും ആധിപത്യം DIസിനായി. DIs ഡൊമസ്റ്റിക് പാർട്ടിസിപ്പേഷൻ കൂടി, റീറ്റെയിലേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ കൂടുന്നു. DIസിന് എങ്ങനെ പണം വരുന്നത്, നമ്മൾ SIP ചെയ്യുന്നതും മറ്റ് രീതിയിൽ നമ്മൾ ചെയ്യുന്ന ആ പൈസയാണല്ലോ DIസിന് കൈ വരുന്നത്. അങ്ങനെ അതുകൊണ്ടാണല്ലോ DIs കാശ് മേടിക്കുന്നത്. അപ്പം റീറ്റെയിൽ പാർട്ടിസിപ്പേഷനും ഡൊമസ്റ്റിക് പാർട്ടിസിപ്പേഷനും ഇന്ത്യൻ മാർക്കറ്റിൽ കൂടി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വ്യാഖ്യാനിക്കാം. അപ്പം അങ്ങനെയാകുമ്പോൾ നമ്മുടെ മാർക്കറ്റ് കുറച്ചുകൂടെ സ്ട്രോങ് ആവുന്നു, പാർട്ടിസിപ്പേഷൻ കൂടുന്നു, മാർക്കറ്റിനെ നയിക്കാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട് എന്നൊക്കെ രീതിയിൽ പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാം. ഇങ്ങനെ ഈ പാർട്ടിസിപ്പേഷൻ കൂടിയതുകൊണ്ട്. അപ്പോൾ ഇനി മറ്റൊരു രീതി ആൾക്കാർ വ്യാഖ്യാനിക്കുക എങ്ങനെയാണ്, FIIs വിറ്റൊഴിഞ്ഞ് പോവുകയാണ്, കാരണം ഇന്ത്യൻ മാർക്കറ്റ് കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് വിറ്റൊഴിഞ്ഞ് പോകുവാണ് എന്നൊരു വ്യാഖ്യാനം വരാം. കാരണം പൊതുജനം പലവിധമാണല്ലോ, പലരും പല രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ DIസിൻ്റെ പാർട്ടിസിപ്പേഷൻ കൂടി, അതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റ് സ്ട്രോങ് ആണെന്ന് ഒരു കൂട്ടർ വാദിക്കുമ്പോൾ മറ്റു കൂട്ടർ വാദിക്കുന്ന FIIs വിറ്റൊഴിഞ്ഞ് വേറെ മാർക്കറ്റുകളിൽ പോവുകയാണ്, ഇന്ത്യൻ മാർക്കറ്റ് കൊള്ളയില്ല, അല്ലെങ്കിൽ ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏരിയ അല്ല എന്നൊക്കെ പറഞ്ഞ് വിട്ടു പോകുന്നു എന്ന് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഓക്കെ, അപ്പോൾ ഈ തീരുമാനം നിങ്ങൾക്ക് വിടുകയാണ്, ഏത് സൈഡിൽ നിൽക്കണം എന്നുള്ള തീരുമാനം നിങ്ങൾക്കാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം കൂടെ പറയാൻ കഴിഞ്ഞാൽ, ഇപ്പം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല വാല്യുവേഷനിൽ സ്റ്റോക്കുകളുണ്ട്. നല്ല വാല്യുവേഷനുള്ള സ്റ്റോക്കുകൾ, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കുകൾ ധാരാളമുണ്ട്. അപ്പം FIIs ഇതിനെ കൈവിടുവോ എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യൻ മാർക്കറ്റിനെ കൈവിടുവോ, അല്ലെങ്കിൽ ഫിയർ ഓഫ് മിസ്സിങ് ഫോമ. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ FIIs തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതൽ. കാരണം നല്ല വാല്യുവേഷനിൽ സ്റ്റോക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ FIIs എന്തായാലും തിരിച്ചു വരും. പ്രത്യേകിച്ച് ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത് ഒരു എമർജിങ് എക്കണോമിയാണ്, അല്ലേ, ഒരു എമർജിങ് മാർക്കറ്റാണ്, വളരാൻ സാധ്യതയുള്ള. പ്രത്യേകിച്ച് ഇപ്പോൾ പല റേറ്റിംഗ് ഏജൻസികളും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിന്. അപ്പോൾ അങ്ങനെ ആകുമ്പം ആ അപ്ഗ്രേഡേഷനൊക്കെ FIIs കണ്ടില്ലെന്ന് നടിക്കുമോ എന്നുള്ളത് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ FIIs തിരിച്ചു വരാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു വേർഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് FIIs വിറ്റൊഴിഞ്ഞ് പോയോ ഒന്നുമല്ല, അവരൊരു നല്ല വാല്യുവേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, അവരെന്തായാലും തിരിച്ചു വരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ ലോവർ ലെവലിൽ ഈ FIIs വാങ്ങിച്ചു തുടങ്ങും എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ അഭിപ്രായം മാത്രമാണ്, അല്ല നമ്മളിതിനകത്ത് വലിയ സാമ്പത്തിക വിദഗ്ധനൊന്നുമല്ല. എങ്കിലും
നമ്മുടെ ഒരു എളിയ ബുദ്ധി വെച്ച് പറയാനുള്ളത് FIX തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, കാരണം അങ്ങനെയാണ്. കാരണം ഒരു എമർജിങ് എക്കണോമിയാണ്. അതുപോലെ ഭയങ്കര എന്താ പറയുന്നത്, വലിയൊരു ഓപ്പൺ മാർക്കറ്റാണ് ഇന്ത്യ, ഇല്ലേ? മറ്റു പല രാജ്യങ്ങളുടെയും വലിയൊരു ഓപ്പൺ മാർക്കറ്റാണ് ഇന്ത്യ. അപ്പം FIXന് അങ്ങനെ ഇന്ത്യക്ക് നേരെ കണ്ണടയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, എനിവേ, എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. നിഫ്റ്റി എന്തായാലും ICUവിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കോ ഇല്ലെന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം. ICUവിൽ നിന്ന് വാർഡിലോട്ടോ റൂമിലോട്ടോ മാറണമെന്നുണ്ടെങ്കിൽ 26.0 കടന്നെങ്കിൽ മാത്രമേ നമുക്ക് FIXൻ്റെ മുഖത്തെ നിഫ്റ്റിയുടെ മുഖത്തെ മാസ്ക് ഒക്കെ എടുത്ത് കളയാൻ പറ്റത്തുള്ളൂ. റൂമിലോട്ട് മാറ്റണമെങ്കിൽ 26.0 കടക്കണം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അടുത്ത ദിവസങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ജസ്റ്റ് ബാങ്ക് നിഫ്റ്റി ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം അത് ഒരേ റേഞ്ചിലാണ്, ഇല്ലേ? ഒരു നേർരേഖയിൽ ഇങ്ങനെ ബാങ്ക് നിഫ്റ്റി പോകണം. ബാങ്ക് നിഫ്റ്റി എങ്ങോട്ടും പോയില്ല, ആ റേഞ്ചിൽ തന്നെ കടന്ന് കളിച്ച് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു, നേരെ തിരിച്ചു വന്നു, അതിനുശേഷം എങ്ങോട്ടും പോയില്ല. അപ്പം നമുക്കിവിടെ നിർണായകമായിട്ടുള്ളത് 60,000 എന്ന് പറയുന്ന ഒരു ലൈനാണ് ഇവിടെ നിർണായകം. 60,000 എന്ന് പറയുന്ന ഒരു പോയിൻ്റാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിക്കാരൻ നിർണായകം. ആ 60,000 നിലനിർത്തും തോന്നും. ഈ 59,985 ഇത് നിലനിർത്തുന്നിടത്തോളം കാലം ഈ ബാങ്ക് നിഫ്റ്റി ഇതിൻ്റെ മുകളിൽ തന്നെയാണ് നിൽക്കാൻ സാധ്യത കൂടുതൽ. അത് മാത്രമല്ല HDFC ഇപ്പം നല്ലൊരു അട്രാക്റ്റീവ് ലെവലിലാണ് ഇപ്പം നിലവിൽ HDFC നിൽക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ HDFCയിലൊരു ബൈ വരാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഇന്ന് മാർക്കറ്റിനെ SBIനെ 7% സൂപ്പർ ഡ്യൂപ്പർ റിസൾട്ടായിരുന്നു. 7% മാർക്കറ്റ് പിന്നെ SBI ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് നല്ല രീതിയിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം സസ്റ്റെയിൻ ചെയ്തെങ്കിലും ബാങ്ക് നിഫ്റ്റിക്ക് ഒരു പെർഫോമൻസ് ഇതുകൊണ്ട് നടത്താൻ പറ്റിയില്ല. കാരണം HDFC മോശമായിരുന്നു, ICICI മോശമായിട്ടാണ് പെർഫോം ചെയ്തത്. അപ്പോൾ എന്തായാലും നാളെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ SBIൻ്റെ പ്രോഫിറ്റ് ബുക്കിംഗ് വരുമോ എന്നുള്ളത് കണ്ടറിയണം. പക്ഷേ നല്ല റേറ്റിംഗ് ആണ്, 1200 മേലുള്ള റേറ്റിംഗ് ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടറിയാം അടുത്ത ദിവസങ്ങൾ എന്താണ് സംഭവിക്കുന്നത്. HDFC ICICI നാളെ ഒന്ന് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി പെർഫോം ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. റിലയൻസ് പച്ചയായതുകൊണ്ട് നിഫ്റ്റി ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നു. IT സെക്ടറാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരൻ. IT സെക്ടർ ഒന്ന് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ നിഫ്റ്റിയിൽ 26.0 നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇൻഫിയും TCSും ഇങ്ങനെ ന്യൂട്രൽ സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ന്യൂട്രൽ സ്റ്റാൻഡിൽ നിന്ന് ഒരു പോസിറ്റീവ് നോട്ടിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിഫ്റ്റിയിൽ ഒരു അപ് ട്രെൻഡ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നമുക്കപ്പോൾ അടുത്തത് നമ്മുടെ ഏറ്റവും വലിയ വില്ലനായിട്ടുള്ള നമ്മുടെ മിഡ് ക്യാപ്പിനെ എടുക്കാം. മിഡ് ക്യാപ്പ് ഇന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് 14,000 എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറഞ്ഞു. രാവിലെ ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം പിന്നെയും വീണ്ടും ഒരു 100 പോയിൻറ്റിൻ്റെ റാലി ഇവിടെ നമുക്ക് കിട്ടിയതിന് ശേഷമാണ് മാർക്കറ്റെന്ന് കൺസോൾഡേറ്റ് ചെയ്ത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഒറ്റ ഒരാളേ ഉള്ളൂ, BSE ആണ്. ഓക്കെ, BSE റിസൾട്ട് വന്നിട്ടുണ്ട്, സൂപ്പർ ഡ്യൂപ്പർ റിസൾട്ടാണ്. അപ്പോൾ നാളെ എന്താ സംഭവിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ 3029 BSE നാളെ 3029 കടന്ന് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഫർദറായിട്ട് അപ്സൈഡ് പോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ മിഡ് ക്യാപ്പും പോകും. ഇല്ല, നാളെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുവാണെന്നുണ്ടെങ്കിൽ ഇത്രയും നല്ല ഹൈ ഇതിൽ നിൽക്കുമ്പോൾ ഒരു പക്ഷേ ആൾക്കാർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 3029 നോക്കുക, 3029 താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ മിഡ് ക്യാപ്പും പോരും. പക്ഷേ ഇന്ന് നമ്മൾ നോക്കിയാൽ മിഡ് ക്യാപ്പിനകത്തിലെ എല്ലാ സ്റ്റോക്കും പച്ചയാണ്. നോക്കിക്കേ, എല്ലാ സ്റ്റോക്കും പച്ചയാണ്. അപ്പോൾ ആ ഒരു പച്ചയുടെ ബലമാണ് നമ്മൾ ഈ ഒരു ഗ്യാപ്പ് അപ്പിന് ശേഷവും ഈ ഒരു അപ് ട്രെൻഡ് നമ്മൾ കണ്ടത്. അപ്പോൾ നാളെ ഇത് കണ്ടിന്യൂ ചെയ്യുന്നുള്ളതാണ്. നാളെ നമ്മൾ വാച്ച് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ ഹീറോ മോട്ടോകോപ്പാണ്. ഹീറോ മോട്ടോകോപ്പ് ഇന്ന് നെഗറ്റീവ് പോയിട്ട് അത്രയും നേരം തിരിച്ച് കയറുമായിരുന്നു. താഴെ ഇത്രയും പോയതിന് ശേഷം തിരിച്ച് കയറാൻ ശ്രമിച്ചു. ഹീറോ മോട്ടോകോപ്പ് നെഗറ്റീവിലാണ് ഓപ്പൺ ചെയ്ത്, പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഹീറോ മോട്ടോകോപ്പും BSEയും കോഫോർജിനെയും പെർസിസ്റ്റൻസ് സിസ്റ്റേഴ്സിനെയും ഈ 4 സ്റ്റോക്കുകൾ ഡിക്സൺ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. 14,000 താഴെ പോയ സാധനമാണ്, 15,500 വരെ പോയ സാധനമാണ്. ഡിക്സൺ പതുക്കെ പിടിച്ചു കയറാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. അങ്ങനെ ഇവയെല്ലാം ഒന്നിച്ച് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 14,000 എന്ന് പറയുന്നത് വലിയൊരു കടമ്പ അല്ല മിഡ് ക്യാപ്പിന്. എന്തായാലും നമുക്ക് നാളെ നോക്കാം എന്താണ് സംഭവിക്കുന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നാളത്തെ മാർക്കറ്റിനെ പറ്റി പറയാൻ. അപ്പം എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ, മാർക്കറ്റിൽ ചുമ്മാതെ ഒന്ന് ട്രേഡ് ചെയ്യാൻ വേണ്ടി ട്രേഡ് ചെയ്യല്ല ചെയ്യേണ്ടത്. അവസരങ്ങൾ കിട്ടുമ്പോൾ മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.